ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് സർവ്വമായ. ചിത്രത്തിന്റെ ആദ്യ തിങ്കളാഴ്ച കൂടിയ 5-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5,70,00,000 രൂപയായിരുന്നു. അങ്ങനെ 18,35,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 44,50,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് 1,52,00,000 രൂപ ഈ സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ മലയാളം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 18 വ്യാഴാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 11-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 62 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 25,39,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 45 കോടി രൂപയുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന സിനിമ 4-ാമത്തെ ഞായറാഴ്ച കൂടിയ ആദ്യ 24 ദിവസം ഇന്നലെയോടെ പിന്നിട്ട് 25-ാം ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 16,50,000 രൂപയായിരുന്നു. അങ്ങനെ 24 ദിവസം കൊണ്ട് 36,85,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. മമ്മൂട്ടി കമ്പനി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ പ്രകാരം 83 കോടി രൂപയാണ് ആദ്യ 24 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. മോഹൻലാൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച് നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഋഷഭ. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ 4-ാം ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ 8,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 72 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, നരൻ, വിനീത്, ബിയാന മോമിൻ, ബിനു പപ്പു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 3,10,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 38 ദിവസം കൊണ്ട് 23,78,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 48 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന ഡിസംബർ 31 ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതുമാണ്. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെ മലയാള സിനിമയാണ് ഹാൾ. സാക്ഷി വൈദ്യ, സംഗീത, ജോണി ആന്റണി, നിശാന്ത് സാഗർ, ശ്രീധന്യ, അബിൻ ബിനോ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 4-ാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 16,35,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് കേരളത്തിൽ 60 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലുമാണ്. ഡിസംബർ 5 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 22,90,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 24 ദിവസം കൊണ്ട് കേരളത്തിൽ 5,81,00,000 രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 24 ദിവസം കൊണ്ട് 828,60,00,000 രൂപയും വിദേശത്ത് നിന്ന് 236,40,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 24 ദിവസം കൊണ്ട് 1,065 കോടി രൂപയാണ് ലോകമെമ്പാടുമായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ജെയിംസ് കാമറൂണിന്റെ അവതാർ 3 ഡിസംബർ 19 മലയാളം പതിപ്പ് ഉൾപ്പെടെ 4 ഭാഷകളിൽ കേരളത്തിലും റിലീസ് ചെയ്തിരുന്നു. 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 53 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് 7,72,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ 10 ദിവസം കൊണ്ട് 168,25,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് 6,825 കോടി രൂപയിലുമാണ്. ഡിസംബർ 25 വ്യാഴാഴ്ച കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് അനക്കോണ്ട ഫ്രാഞ്ചൈസിയിലെ 6-ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമ 4-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 5,65,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 24 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 5,30,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 400 കോടി രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.